കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസൻ, സ്റ്റേജിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ ശ്രദ്ധയോടെ നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒരധ്യായം മുഴുവൻ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം, ഹോൾ ചാപ്റ്റർ വായിക്കണം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 12 മതി. വളരെ നന്ദി. നമുക്ക് ഇന്ന് രാത്രി ലഭിച്ച സമയപരിധിയിൽ ഈ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവയ്ക്കണം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. പഴയ നിയമ വേദഭാഗങ്ങൾ നാം വായിച്ച് ധ്യാനിക്കുന്നത്, നാം പഠിക്കുന്നതിൻ്റെ പിന്നിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പുതിയ നിയമസഭയോട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പഴയ നിയമ വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുമ്പം, ഭക്തന്മാരായ ആളുകൾ ദൈവത്തെ അനുഗമിച്ച വഴികളും ആ വഴിയാത്രയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളും ഒരുമിച്ചാണ് എഴുതി നമുക്ക് എന്ത് ചെയ്തേക്കുന്നേ, നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് രണ്ട് പാഠങ്ങൾ പുതിയ നിയമസഭ ഉൾക്കൊള്ളണം. ഒന്ന്, ആ ഭക്തന്മാരിൽ എന്തെങ്കിലും നല്ല മാതൃകകൾ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് അനുകരിക്കാനുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമ്മളത് പിന്തുടരണം. രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ ആ ജീവിതയാത്രയിൽ സംഭവിച്ചെങ്കിൽ പുതിയ നിയമസഭയാകുന്ന നമ്മൾ ആ അപകടങ്ങൾ നമുക്കും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം ജീവിക്കാൻ. ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് അവരുടെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് ദൈവാത്മാവ് എഴുതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ പഴയ നിയമത്തിലെ ഒരധ്യായം വചനധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് നിന്നും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് കാര്യം, എന്തെങ്കിലും മാതൃകകൾ പിൻപറ്റാനുണ്ടെങ്കിൽ നമുക്കത് പിൻപറ്റാം, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റാനുണ്ടെങ്കിൽ അവരിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് അത് മാറ്റാം. ഇതിനെ എല്ലാം ചേർത്ത് പഴയ നിയമം എന്തിന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി നൽകിയിരിക്കുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എന്ത് ചെയ്തേക്കുക, എഴുതി നൽകിയേക്കുക. എന്താ ബുദ്ധി ഉപദേശം എന്ന് പറയാൻ കാര്യം? അവർക്ക് സംഭവിച്ച പരാജയം നമുക്ക് സംഭവിക്കാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര പാതി വഴിയിൽ മുടങ്ങാതെ അങ്ങ് അക്കരെ വരെ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് വരെ നമ്മൾ എത്തേണ്ടതിന് അവരുടെ പരാജയവും വിജയവും എല്ലാം എഴുതി ദൈവം നമുക്ക് നൽകിയേക്കുക. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഴയ നിയമത്തിന്റെ പ്രസക്തിയൊന്നും ഇന്നില്ല. നമ്മുടെ ഇടയിലെ ചില പോപ്പുലർ ടീച്ചേഴ്സൊക്കെ പറയുന്ന, അവരെല്ലാം പോപ്പുലർ ടീച്ചേഴ്സ് എന്ന് പറയണ്ട, ഈ ടെലി സോ കോൾഡ് ഇവാഞ്ചലിസ്റ്റ് ഒക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ട് കാണും. ഇന്ന് അതൊന്നും വേണ്ട. പഴയ നിയമം ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, എഴുതി നൽകിയേക്കുന്നത്. ചരിത്രം കേവലം മനസ്സിലാക്കാൻ വേണ്ടിയല്ല എന്ന് ഞാൻ ഈ സമയം ആരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ. വേറെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ഇടയിൽ അത് നന്നായിട്ട് ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടും കാണും. പഴയ നിയമം ഒന്നും വേണ്ട, അതൊക്കെ കീറിക്കളയണമെന്ന് പോലും ആവേശത്തിൽ പറഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അങ്ങനൊന്നും അല്ല അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അധികം വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു മാന്യൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ഒരു നസ്രയത്തിലെ പ്രഭാഷണം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. ആ നസ്രയത്തിലെ പ്രഭാഷണത്തിനകത്ത് കർത്താവ് പുസ്തകം മടക്കി ശുശ്രൂഷക്കാരുടെ കൊടുത്ത് താൻ അവിടെ പോയി ഇരുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വായിക്കുന്നു. അത് യെശയ്യാ പ്രവചനം, ആ പ്രവചനത്തിൽ നിന്ന് എടുത്ത ഒരു ഉദ്ധരണി വളരെ മനഃപൂർവ്വമായിട്ട് നമ്മുടെ കർത്താവ് വായിച്ചതാണ്, തന്നെ പറ്റി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കണോ? ആ സഹോദരൻ വ്യാഖ്യാനിച്ചത്, കർത്താവ് മടക്കിയതാരും തുറക്കണ്ട. എങ്ങനുണ്ട്? നമ്മുടെ ആളുകളല്ലേ, ആരെ സങ്കടപ്പെടുത്തുകയല്ല, നമ്മൾ രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ പറയുകയും ചെയ്യും. ഞാൻ ഒരിക്കലൊരു ഒരു കാര്യം അതിനൊരു മറുപടിയായിട്ട് എഴുതേണ്ടതായിട്ട് ദൈവം എനിക്കൊരു അവസരം നൽകി. ഞാൻ പഠിച്ചൊരു കാര്യം എനിക്ക് മനസ്സിലായത്,
ആ യെശയ്യാ പ്രവചനം കർത്താവ് അടച്ച് ചുരുള്, അല്ലെങ്കിൽ അത് അടയ്ക്കുമല്ലായിരുന്നു, ആ ചുരുള് മടക്കി എന്ത് ചെയ്യുമായിരുന്നു? കൊടുക്കുകയായിരുന്നു. ആ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെയല്ലേ ഫിലിപ്പോസ് ആ എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയോട് തുറന്ന് സുവിശേഷം പറഞ്ഞേ? അതുകൊണ്ട് കർത്താവ് അടച്ചത് അപ്പോസ്തലന്മാരും എന്താ പറയുക, ആ സുവിശേഷകനായ ഫിലിപ്പോസൊക്കെ അവിടെ വെച്ച് തന്നെ തുറന്നായിരുന്നു. അതുകൊണ്ട് അത്യാദി കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതിന് പഴയ നിയമമെന്നോ പുതിയ നിയമമോ ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമ്മുടെ കർത്താവിൻ്റെ മണവും രുചിയും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് 66 പുസ്തകം. അതുകൊണ്ട് എല്ലാ ഭാഗത്തിനും നമ്മൾ ഒരുപോലെ പ്രാധാന്യത കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്കൊന്ന് തിരിക്കാം. ഇതിനകത്ത് പ്രധാനമായും 3 വ്യക്തികളെ നമുക്ക് കാണാം. 1 മിരിയാം, 2 അഹരോൻ, 3 മോശ. അവരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് ഈ അധ്യായത്തിനകത്തെ പ്രധാന പ്രമേയം. പ്രിയപ്പെട്ടവരെ, ഈ 3 വ്യക്തികളിൽ നിന്ന് ചില പാഠങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മിരിയാമിനെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഇങ്ങനെ പൊങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. നമുക്ക് മിരിയാമിനെ പറ്റി തന്നെ ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചേക്കാം. ഈ മിരിയാമിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മോശയുടെ ജീവിതത്തിൽ മിരിയാമിന് വളരെ വലിയൊരു പങ്കുണ്ട്. നമുക്കെല്ലാം ചരിത്രം അറിയാം. ആ ചരിത്രത്തിനകത്ത് മോശ സുന്ദരനായിരുന്നു. എല്ലാ അപ്പനും അമ്മയ്ക്കും മക്കള് സുന്ദരനും സുന്ദരിയും ഒക്കെയാ അല്ലേ? ആ സൗന്ദര്യത്തെക്കാൾ ഉപരി മോശ ഒരു ദിവ്യ സുന്ദരനായിരുന്നു എന്ന് നമുക്ക് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ ദിവ്യ സൗന്ദര്യമുള്ള മോശയെ നശിപ്പിച്ചു കളയാൻ കൊടുക്കാൻ മനസ്സില്ലാതെ ഒഴുക്കി വിട്ട ആ സംഭവത്തിൽ നമ്മളോട് വായിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഫറവോന്റെ പുത്രി അവിടെ വരികയും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പം മിരിയാമിന്റെ, അല്ലെങ്കിൽ മോശയുടെ സഹോദരിയായ മിരിയാം അതിൻ്റെ പുറകെ ചെന്ന് പറയുക, ഈ കുഞ്ഞിനെ വളർത്താൻ ഞാനൊരു സ്ത്രീയെ വിളിച്ചോണ്ട് എന്ത് ചെയ്യാം? ആ പ്രയോഗം എത്ര മനോഹരമാണെന്ന് നോക്കി. നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് പറഞ്ഞ്, ഇതിൻ്റെ അമ്മ എനിക്കറിയാം, ഞാൻ വിളിച്ചോണ്ട് വരാമെന്ന് എന്ത് ചെയ്തേനെ. എന്നാൽ ആ മിരിയാം എത്ര പക്വതയോടെ പറഞ്ഞ് അവിടുത്തെ സാഹചര്യത്തിലെ പ്രയാസമൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുക, ഒരു സ്ത്രീയെ ഞാൻ എന്ത് ചെയ്യാം, വിളിച്ചോണ്ട് വരാം. അങ്ങനെ വിളിച്ചോണ്ട് വന്നു. ഈ അധ്യായത്തിൽ ആങ്ങളമാരും പെങ്ങന്മാരും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിനകത്തെ പ്രധാന വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഞാനങ്ങ് തുടങ്ങുക. ഒരു ദിവസം ഇവർ ഈ വഴക്ക് പിടിച്ചല്ലോ. ഇതിനകത്ത് വഴക്കാകട്ടോ, എനിക്കത് മൊത്തം പറയാൻ അല്പം ധൃതി പോയാലേ ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ. ഈ വഴക്ക് പിടിച്ചപ്പം മിരിയാം പറയുകയാണെന്ന് കൂട്ടുക, നീ ഇന്നിങ്ങനെ നിൽക്കുന്നതിന് കാരണക്കാരി ആരാന്നറിയാവോ? ഞാനാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ മോശയുടെ ജീവിതത്തിൽ മിരിയാമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയൊരു പങ്ക് നമുക്ക് പുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം, കാണാം. മിരിയാമിന്റെ മറ്റൊരു ശ്രേഷ്ഠത, മീഖ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. മീഖ 6:4. വേഗത്തിൽ. മീഖ 6:4. ഞാൻ നിന്നെ, ദൈവം പറയുക, ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോ അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. പ്രിയപ്പെട്ടവരെ നോക്കുക, നമ്മൾ ആദ്യം ചിന്തിച്ചത് മോശ ഇന്ന് ജീവനോടിരിക്കാൻ കാരണക്കാരി എന്ന് പറയാവുന്ന ഒരാളാണ് മിരിയാം. 2, മീഖ 6:4 ദൈവം പറയുക, ഞാൻ നിനക്ക് മുമ്പായി, ഇസ്രായേലേ, ഞാൻ നിനക്ക് മുമ്പായി അടിമ വീട്ടിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചപ്പം ഒരു 3 അംഗ ലീഡർഷിപ്പിനെ നിന്റെ മുമ്പിൽ അയച്ചായിരുന്നു. 1 മോശ, 2 അഹരോൻ, 3 മിരിയാം. അങ്ങനെങ്കിൽ ഇസ്രായേലിന്റെ നേതൃത്വ നിരയിൽ വന്ന ആദ്യത്തെ ഒരു സ്ത്രീരത്നമാണ് ആര്? മിരിയാം. 3-ാമത് നമുക്കറിയാവുന്ന ഒരു പ്രത്യേകതയുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പെട്ടെന്ന് നോക്കുമോ വേഗം. അഹരോന്റെ സഹോദരി മിരിയാം എന്ന, കേട്ടാണോ, അടുത്ത മിരിയാമിന്റെ ക്വാളിറ്റി ആയിരുന്നു, പ്രവാചകിയായിരുന്നു. വായിച്ചു. അന്നേരം അല്പം ഇൻസ്ട്രുമെന്റ്സും ഒക്കെ വായിക്കാൻ ആർക്കറിയാം? മിരിയാമിനറിയാം. പിന്നെ അല്പം ഡാൻസും അറിയാം. പിന്നെ നന്നായിട്ട് പാട്ട് പാടാനും അറിയാം. അന്നേരം ന്യായമായ ക്വാളിറ്റി ഉണ്ടായിരുന്ന മിരിയാം അല്ലേ? ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ടതിനൊന്ന് ആവർത്തിക്കാൻ പോവുക. മോശയുടെ ജീവിതത്തിൽ
മിരിയാമിന് വളരെ വലിയൊരു പങ്ക് ഉണ്ട്. 2, ഇസ്രയേലിന്റെ 3 അംഗ നേതൃത്വ നിരയിൽ ഒന്നാമതുണ്ട് മിരിയാം. 3, ഇസ്രയേലിന്റെ ആ ചെങ്കടലിന്റെ കരയിൽ വെച്ച് നടന്ന വലിയൊരു വിടുതൽ ആഘോഷിക്കാൻ നേരത്ത് ദൈവാത്മാവ് മിരിയാമിനെ പരിചയപ്പെടുത്തുക. പ്രവാചകിയാണ്, നർത്തകിയാണ്, പാട്ടുകാരിയാണ്. അങ്ങനെ ആ 15-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു പാട്ട് മിരിയാമിന്റെ നേതൃത്വത്തിൽ അവിടെ സഹോദരിമാരെല്ലാം കൂടെ പാടുന്നും ഉണ്ട്. അന്നേരം ഇതുവരെ നമ്മൾ ചിന്തിച്ചത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ മിരിയാമിനെ പറ്റി അല്ലേ. ആ കാര്യം മനസ്സിൽ വെച്ചോണ്ട് 12-ാം അധ്യായത്തിലേക്ക് തിരിയാം. 12-ാം അധ്യായം, സംഖ്യ 12-1 ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. കേട്ടോണേ, മറ്റെങ്ങും കാണാത്ത വേറൊരു മുഖം ആർക്ക്? മിരിയാമിന്. ഞാനതിനെ ഇങ്ങനെ അങ്ങ് പറയാം. പാടാനും ദൂതു പറയാനും തപ്പെടുക്കാനും നൃത്തം ചെയ്യാനും ഒക്കെ മുൻനിരയിൽ നിന്ന മിരിയാം ഇവിടെ നോക്കിക്ക് വഴക്ക് പിടിക്കാനും മുന്നിൽ എന്ത് ചെയ്യുക? നിൽക്കുക. മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ട് മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തു? കൂശ്യസ്ത്രീ എന്ന് പറഞ്ഞാൽ സാധാരണ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പൊതുവെ ദൈവമക്കളായ നമ്മളെല്ലാം അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സിപ്പോറയുടെ കാര്യമാണെന്നും സിപ്പോറ ഒരു ആഫ്രിക്കൻ വംശത്തിലുള്ളതാണെന്നും മോശ നല്ല സുന്ദരനായിരുന്നു കൊണ്ടൊക്കെ ഉണ്ടായ പ്രശ്നമാണെന്നാ പറയുന്നത്. എന്തു തന്നെയാണേലും നമുക്കതിന് ഇങ്ങനെ അങ്ങ് പറയാം. ചുരുണ്ട മുടിയും തടിച്ച ചുണ്ടും കറുത്ത നിറവും ആയിരിക്കാം. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അങ്ങനെ ഇരുന്നപ്പം ആങ്ങളെയും പെങ്ങളുടെ ഇളയ ആങ്ങളയോടൊരു വഴക്ക് എന്ത് ചെയ്തു? മലയാളികളായ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അതിൻ്റെ ടെർമിനോളജി ഒന്നും പറയേണ്ട കാര്യവും ഇല്ല എന്നെനിക്കറിയാം. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ എന്ത് ചെയ്യുക? അങ്ങനാണെങ്കിൽ നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ച് ആ മിരിയാമിൻ്റെ ആ മുഖം എത്ര നല്ലതായിരുന്നു അല്ലേ. ഇപ്പം മിരിയാമ് വേറൊരു റോൾ എന്ത് ചെയ്യുക? അഭിനയിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവമക്കളായ നമുക്ക് 2 മുഖം ഉണ്ടാകാൻ പാടില്ല. ഒരു സെക്കുലർ ലൈഫും ഒരു ഫ്രൈഡേ ലൈഫും നമുക്ക് പറ്റുകയില്ല. നമുക്ക് 24 മണിക്കൂറും നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലായിരിക്കണം. ആ ബോധ്യം നമ്മളെ ഭരിക്കണം. പണ്ടൊരു ചെറുപ്പക്കാരൻ പുതുതായിട്ട് പള്ളിയിലേക്ക് മാറി വന്ന അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ താമസിക്കുന്ന പാഴ്സനേജിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ചാരുകസേരയിൽ ഇങ്ങനെ ചാരി കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഈ ചെറുപ്പക്കാരൻ പുതുതായിട്ടൊന്നും അച്ഛനെ കണ്ടിട്ടില്ല. ആ പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ ആ ചാരുകസേരയിൽ ഇങ്ങനെ അല്പം ആടി സന്തോഷിച്ചിരിക്കുമ്പം ആ ഇരിക്കുന്ന മനുഷ്യന്റെ തൊട്ട് മേളിലായിട്ട് ഒരയേല്, ചില നാട്ടുകാർ അഴയെന്ന് പറയും, അയേല് അച്ഛൻ്റെ ലോഹ ഇങ്ങനെ വിരിക്കുക, അല്ലെങ്കിൽ വേർപ്പൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുക. അങ്ങനെ ഇരുന്നപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞാൻ ഈ ഇടവകയിലെ ഒരംഗമാ കേട്ടോ, അല്ലെങ്കിൽ ഈ ഇടയൻ്റെ വകയിലെ ഒരംഗമാ ഞാൻ. പുതുതായിട്ട് വന്ന അച്ഛനെ കാണാൻ വേണ്ടി വന്നത്, അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, അച്ഛനെ കാണാനാണെങ്കിൽ ദേണ്ട കിടക്കുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാ? അച്ഛനാകുന്നത് ഉടുപ്പിടുമ്പം മാത്രമാണെന്നാ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ പ്രിയപ്പെട്ടവര്? നമ്മളാരും അങ്ങനെ ആകാൻ പാടില്ല. മിരിയാമിൻ്റെ ക്വാളിറ്റി നോക്കിയേ. അതേ മിരിയാം മറ്റൊരു മുഖം ഇവിടെ എന്ത് ചെയ്യുക? കാണിക്കുക. നമുക്ക് ആ കണ്ടിന്യൂവേഷൻ കളയാതെ 2-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ശ്രദ്ധയോടെ ഒന്ന് കേട്ടോണം കേട്ടോ. യഹോവ മോശ മുഖാന്തരം മാത്രമേ മതി. നോക്കണേ, അന്നേരം ആദ്യത്തെ പ്രശ്നം ആങ്ങളുടെ ഭാര്യ കറുത്തുപോയി, ഇപ്പൊ ക്ലിയറായല്ലോ. 2-ാമത്തെ പ്രശ്നം എന്നാന്നറിയാമോ? യഹോവ നീ മുഖാന്തരം മാത്രമേ അരുളി ചെയ്യുകയുള്ളയോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്യുകയില്ലേ? എൻ്റെ ഒരു ചോദ്യം, 1-ാമത്തെ പ്രശ്നവും 2-ാമത്തെ പ്രശ്നവുമായിട്ട് എന്തേലും ബന്ധമുണ്ടോ? എന്തേലും? വി മലയാളീസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന ഭാഷ 1-ാമത്തെ വിഷയം എത്യോപ്യ, അങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ. 2-ാമത്തെ വിഷയം ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടതാ. ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ചാടിക്കേറി നിനക്ക് മാത്രമല്ല ശുശ്രൂഷ, എനിക്ക് ശുശ്രൂഷയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിന് മിരിയാം പറയാനൊരു വഴി കണ്ടുപിടിച്ചാ. നമുക്ക് പറയാവുന്ന സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ പഴയ വൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടി ചുമ്മാ കയറി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുകയല്ലോ. അതിനൊരു ഒരു ഒരു ഒരു
പഴുത് കണ്ടുപിടിക്കുകയല്ലേ, എങ്ങനെയും കയറി ഒന്ന് മുട്ടാൻ. അതേ പരിപാടി ഇവിടെ എന്ത് ചെയ്യുന്നേ? ഫോളോയിങ് മീ? അതേ പരിപാടി ഇവിടെ എന്ത് ചെയ്യുന്നേ? നടക്കുന്നേ. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ ഇവിടെ ഈ മിരിയാമിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? മോശയ്ക്ക് ദൈവം കൊടുത്ത ആത്മീക അധികാരത്തെ അംഗീകരിക്കാത്ത, മോശയ്ക്ക് ദൈവം കൊടുത്ത ആത്മീക അധികാരത്തിന് വിധേയപ്പെടാത്ത ഒരു മിരിയാമിന്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, മിരിയാം ആങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള വിഷയം. രണ്ടാമത്തെ വാക്യത്തിനകത്ത് ദൈവം കൊടുത്ത ആത്മീക അധികാരത്തിന് വിധേയപ്പെടാതെ റെബല്യസായ മത്സരിച്ചു നിൽക്കുന്ന ഒരു മിരിയാം. ഈ ഭാഗം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഇതിനോട് ചേർന്ന് നമുക്കൊന്ന് ധ്യാനിക്കാവുന്ന ഒരു എക്സാമ്പിൾ പഴയ നിയമത്തിനകത്തുണ്ട്. ഹന്ന എന്ന ആ ദൈവദാസിയെ പറ്റി ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, ഉണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ആലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. അവിടെ ചെന്നപ്പം ഏലി ഹന്നയോട് പറയുക, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വീഞ്ഞു വല്ലതും കുടിച്ചിട്ടാണോ ഇങ്ങനെ വന്ന് ചുണ്ടു അനക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നേ ഇരിക്കുന്നേ? അന്നേരം ഹന്നയുടെ മറുപടി എന്നാന്നറിയാമോ? അയ്യോ യജമാനനേ, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് എന്ത് ചെയ്യരുതേ കാണല്ലേ. ന്യായമായിട്ടും ഹന്ന മറുപടി പറയേണ്ടത് അങ്ങനെ അല്ലല്ലോ. ഞാനല്ല മദ്യം അടിച്ചിട്ട് വന്ന, നിന്റെ മക്കളാ ഇവിടെ മദ്യം അടിച്ചിട്ട് നടക്കുന്നത് എന്നാ ന്യായമായിട്ട് എന്ത് ചെയ്യണ്ടേ? എന്നാൽ ഹന്നയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്നാന്നറിയാമോ? ഏലി എങ്ങനെ ആയിക്കോട്ടെ, ഏലിയുടെ മക്കൾ എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷേ അന്ന് ഇസ്രയേലിന്റെ മഹാപുരോഹിതനായി ദൈവമാക്കി വെച്ചേക്കുന്ന ആ ഏലിയെ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം കൊടുത്ത ആത്മീയ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നത് ഹന്നയുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ ഒന്നും പ്രതികരിക്കാൻ പോയില്ല. നമുക്ക് പഠിക്കാൻ പറ്റിയൊരു പാഠം അതിനകത്തും ഉണ്ട്. അങ്ങനെ ഈ രണ്ട് പ്രശ്നം ഇവിടെ നടന്നു. രണ്ട് പ്രശ്നം നടന്നിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 3-ാമത്തെ വാക്യം. അന്നേരം ഈ രണ്ട് പ്രശ്നവും നാവിൽ നിന്ന് വന്ന വാക്കുകളിലുണ്ടായതാ, അല്ലെ? നാവിൽ നിന്ന് വന്ന വാക്കുകളിലുണ്ടായതാ. ഒരു ദൈവദാസി പറഞ്ഞൊരു വാചകമുണ്ട്, നോട്ട് എ ഡ്രോപ്പ് ഓഫ് ബിറ്റർ വാട്ടർ എവർ സ്പിൽ ഔട്ട് ഓഫ് എ ഗ്ലാസ് ഓഫ് സ്വീറ്റ് വാട്ടർ. അതായത് ഒരു ഗ്ലാസ് മധുരപാനീയത്തിൽ നിന്ന് ഒരു തുള്ളി കയ്പ് നീര് പോലും താഴോട്ട് എന്ത് ചെയ്യല. അങ്ങനാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ കയ്പും വെച്ചോണ്ട് ആരും നടക്കുക? മിരിയാം നടക്കുക. ഇതിനകത്ത് രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ തെറ്റിന് മിരിയാം മാത്രമേ ശിക്ഷ അനുഭവിക്കുന്നുള്ളൂ, അഹരോൻ ശിക്ഷ അനുഭവിക്കുന്നുമില്ല. ആരോ ഒരു ഫെമിനിസ്റ്റ് ചോദിച്ച പോലെ യേശു ദൈവം എന്ന സ്ത്രീ വിരോധിയാണോ? നല്ല. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? ഇതിനകത്തെ പ്രധാന കാരണക്കാരി ആരാ? മിരിയാമ. അഹരോൻ ഒന്ന് തലയാട്ടിയതേ ഉള്ളൂ. അത് ഞാൻ വിശാലമായി സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അങ്ങനെ ഈ മിരിയാം വഴക്കൊണ്ട് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയാം, നമ്മുടെ നാട്ടിലെ ആശയത്തിൽ തന്നെ പറഞ്ഞേക്കാം, ശനിയാഴ്ച വരെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന നമ്മൾ ഞായറാഴ്ച മാത്രം ദൈവസന്നിധിയിലേക്ക് വരുന്ന പോലെ, അല്ലെങ്കിൽ ഞായറാഴ്ച സ്തുതിക്കുന്ന അതരം കൊണ്ട് ബാക്കി എല്ലാ ദിവസവും വഴക്ക് പിടിക്കുന്ന പോലെ, എന്താ പറയുക, ദൂഷണം പറയുന്നത് പോലെ, ബ്ലാസ്ഫമി പറയുന്ന പോലെ, ഇല്ലാത്തത് പറയുന്ന പോലെ ഈ മിരിയാമും ദൈവത്തിന് വിരോധമായി, ദൈവദാസന്മാർക്ക് വിരോധമായി, ദൈവത്തിന് കൊടുത്ത ആത്മീയ അധികാരത്തിന് വിരോധമായിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചപ്പം ഈ നമ്മുടെ സംസാരത്തിനകത്തുനിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുക, അല്ലേ? നമ്മൾ രസകരമായ ഒരു കാര്യം വായിക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിലും ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിനകത്തൊരു കാര്യമുണ്ട്. മിദ്യാന്യരോട് യുദ്ധത്തിന് പോയിട്ട് വന്നപ്പം എഫ്രയീമ്യർ ഗിദെയോനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഞങ്ങളെ കൂട്ടാതെ എന്തിനാ യുദ്ധത്തിന് പോയത്? ന്യായമായിട്ടും ഗിദെയോൻ മറുപടി പറയേണ്ടത്, അതിപ്പം നിങ്ങളെ കൂട്ടാൻ എനിക്ക് മനസ്സിലായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ വിഷയമായേനെ. എന്നാൽ ഗിദെയോൻ പറഞ്ഞ എന്നാന്നറിയാമോ? എൻ്റെ എഫ്രയീമ്യരെ, നിങ്ങൾ എന്നതായി പറയുന്നേ? നിങ്ങളുടെ കയ്യിലല്ലേ മിദ്യാന്യ പ്രഭുക്കന്മാരെ ദൈവം ഏൽപ്പിച്ചത്? അത് വെച്ചു നോക്കിയാൽ ഈ ഞാൻ ചെയ്തത് എന്തുള്ളെന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് വായിക്കുന്ന എന്നാന്നറിയാമോ? അവരുടെ കോപം എല്ലാം അടങ്ങിയെന്ന. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാ രുചി വരുത്തിയതും ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കല്ലാതെ ആകാത്തതൊന്നും
പറയരുത്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഈ പ്രശ്നമായി. ഈ പ്രശ്നത്തിൽ മോശ മിണ്ടുന്നില്ല. മോശ മിണ്ടാതിരിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, യഹോവ അത് കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധൈര്യം അതാ അല്ലേ? യഹോവ അത് കേട്ടു. യഹോവ അത് കേട്ടിട്ട് ആ വിഷയത്തിൽ യഹോവ പ്രതികരിക്കാൻ തുടങ്ങുക. താഴോട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ കേട്ടിട്ട് മോശയെ പറ്റി പറഞ്ഞ ഒരു പ്രത്യേക പ്രയോഗം, മോശ എന്ന പുരുഷനോ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. അന്നേരം ഈ പ്രയാസത്തിൽ മോശ മിണ്ടാതിരുന്നപ്പം ദൈവം മോശയെ പറ്റി പറയുന്ന സാക്ഷ്യമാണ്, മോശ എന്ന പുരുഷനോ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. അന്നേരം എന്താ ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ? സൗമ്യത എന്ന ആ വാക്കിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പ്രതികരിക്കാൻ കഴിവുള്ളപ്പോഴും ദൈവത്തോടുള്ള ഭയം നിമിത്തം പ്രതികരിക്കാതിരിക്കുന്നവനാണ് സൗമ്യൻ. പ്രവോസ് എന്നൊരു ഗ്രീക്ക് വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതികരിക്കാനുള്ള എല്ലാ റൈറ്റും എല്ലാ അധികാരവും എല്ലാ കഴിവും എനിക്കുണ്ട്, പക്ഷെ അവനോടുള്ള ഭക്തി നിമിത്തം ഞാൻ പ്രതികരിക്കാതെ എന്ത് ചെയ്യുക? ഇരിക്കുക. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഒരു വെറും കഥ പറഞ്ഞേക്കാം. ഒരു ദിവസം, വെറും കഥയാ കേട്ടോ, അതിനകത്തൊരു ആശയമുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയൊന്നും വളർത്തുന്ന സിസ്റ്റം ഇല്ല, പക്ഷേ എപ്പോഴും 1-2 ഒക്കെ കാണും. നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ലേ അത്. വന്നൊരു കഥ, ഒരു ദിവസം ഒരു കൊച്ചു പൂച്ച ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ്മ വീട്ടിലുണ്ട്, ഞങ്ങളുടെ അമ്മച്ചി മീനിൻ്റെ ഒരല്പം മുള്ളും ഒരിച്ചിരി മീനും ചോറും എല്ലാം കൂടെ ഇളക്കി അതിൻ്റെ മുന്നിൽ കൊടുത്തു. അത് കഴിച്ചിട്ട് പിന്നീട് ഇത് ഞങ്ങളുടെ വീട് അതിൻ്റെ വാസകേന്ദ്രമായിട്ട് എന്ത് ചെയ്തു? മാറ്റി. അങ്ങനെ ഇരുന്നപ്പം, ഇതൊരു കുഞ്ഞു പൂച്ചയാ, അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം നോക്കിയപ്പം ഒരു തടിമാടം പൂച്ച ഇങ്ങോട്ട് എന്ത് ചെയ്യുക? വരിക. ഇതിങ്ങനെ കയറി വന്നപ്പം ഞങ്ങളുടെ പഴയ പാർട്ടി വന്നു കയറിയ ആദ്യത്തെ പാർട്ടി വാതിലിൻ്റെ അവിടെ 2 കാലെ പൊങ്ങി ഇങ്ങനെ അങ്ങ് നിന്നു. അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം മനസ്സിലാകും, ഇതെൻ്റെ അധികാര സീമയിലുള്ളതാണ്, ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, വരണ്ട. സംഭവിച്ചു കേൾക്കണോ? മറ്റവൻ ഇച്ചിരി ആരോഗ്യമുള്ളവനായിരുന്നു, എവിടുന്നോ കഴിച്ചിട്ട് വരുന്നവനായിരുന്നു. അവൻ വന്നിട്ട് ഒരൊറ്റ അടി കൊടുത്ത് ഇത് താഴെ അങ്ങ് പോയി. ഇത് അകത്തോട്ട് കയറിപ്പോയി. ഇതിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തിയിട്ട് ഇത് തിരിച്ചും ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസവും സെയിം പരിപാടി നടക്കുക. ഇവൻ ഇങ്ങനെ വരിക. ഞങ്ങളുടെ ചെറിയ പൂച്ച പഴയ പാർട്ടി എന്നെ ചെയ്തെന്ന് അറിയാമോ? ഇവനെ വരുന്നത് കണ്ടതോടെ വാതിലിന്റെ സൈഡിലോട്ട് അങ്ങ് കിടന്നങ്ങ് കൊടുത്തു. എന്നാ പൊക്കൂ. അത് സൗമ്യതയ്ക്ക് ഞാനൊരു ഉദാഹരണം പറയാൻ കാര്യം, 1-ാം ദിവസം അങ്ങനെ കിടന്നു കൊടുക്കുകയാണെങ്കിൽ അതാ മീക്നെസ്. പ്രതികരിക്കാൻ കഴിവുള്ളപ്പോഴും ദൈവത്തോടുള്ള ഭയം നിമിത്തം പ്രതികരിക്കാതെ ഇരിക്കുന്നവനാണ് സൗമ്യൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നെ പഠിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പ്രതികരിക്കാനുള്ള സകല റൈറ്റും ഉള്ളപ്പോഴും ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, അവനോടുള്ള വോളണ്ടറിലി സബോർഡിനേഷൻ നിമിത്തം പ്രതികരിക്കാതിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്ന് എന്ന് പറയുന്നത് സൗമ്യത. പ്രസംഗിക്കാൻ വളരെ എളുപ്പമല്ലേ, പഠിപ്പിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ പ്രായോഗികമാക്കാൻ കഴിവുള്ളപ്പോഴും പ്രതികരിക്കാതെ ഇരിക്കുന്നവനാണ് സൗമ്യൻ. ഈ ഒരു വാക്യം അതിനോടൊന്ന് നമുക്കൊന്ന് വരയ്ക്കാനൊന്ന് ഞാൻ കാണിച്ചു തരാം, നമുക്കൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. സദൃശ്യവാക്യം 24:29 വേഗത്തിൽ നോക്കാമോ? 24:29. മനുഷ്യന്റെ സാധാരണ സ്വഭാവമാണ് നമ്മൾ വായിച്ചത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യും. ഞാൻ അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്ന് നീ പറയരുത്. അതാ സൗമ്യത. പറയരുത്. പ്രൈസ് ലോർഡ്. ഒരു അല്പം കൂടെ ഒരു പ്ലസന്റ് ആയിട്ടൊന്ന് ഇരിക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ സന്ദേശം നിങ്ങൾ റെഗുലറായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക, അല്ലേ? എന്നെ ഒരിക്കലും വിളിക്കാൻ ഒരു സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, അന്നേരം അതാ സൗമ്യത. 1-ാം ദിവസം നടന്നില്ല, അന്ന് 2-ാം ദിവസം വിട്ടേക്കാം എന്ന് പറയുന്നതല്ല. 2, ഇതിൻ്റെ ആത്മീയ വശം കൂടെ പറഞ്ഞേക്കാം. മോശയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ തനിക്കെതിരെ വന്ന ആരോപണമായി ഇത് 2 അല്ലേ? നമ്മളിപ്പോൾ വായിച്ച 2 ആ തനിക്കെതിരെ വന്ന ആരോപണത്തിൽ
ഒരക്ഷരം പോലും മോശ പ്രതികരിച്ചില്ല. ദൈവം പറഞ്ഞ സാക്ഷ്യം ആദി. എന്നാൽ മോശയെ ദൈവം ഏൽപ്പിച്ച ആത്മീക അധികാരത്തിലേക്ക് വന്നേ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുണ്ട്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പം താഴോട്ട് വന്ന് 3000 എണ്ണത്തെ വെട്ടി അരച്ചു കുടിപ്പിച്ചവൻ ആര്? മോശ. മിസ്രൈമിൽ ഒറ്റയടിക്ക് ഒരു ഈജിപ്ഷ്യനെ കൊന്നവനാണ് മോശ. പാറയെ ദേഷ്യത്തിന് അടിച്ചവനാണ് മോശ. അതിലെല്ലാം എന്നാൽ ഇങ്ങോട്ട് വരുമ്പം വ്യക്തിപരമായി തനിക്കുണ്ടായ പ്രശ്നത്തിൽ പ്രതികരിക്കുന്നില്ല. ആത്മീയ വിഷയത്തിൽ തെറ്റ് കണ്ടപ്പം മോശ എന്ത് ചെയ്യുക? അന്നേരം സൗമ്യതയുടെ മറ്റൊരു വശം, റൈച്ചസ് ആങ്കർ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാതിരിക്കാം. സൗമ്യതയുടെ മറ്റൊരു വശം, പേഴ്സണലി ആരെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാൻ പ്രമാണമില്ല. ആത്മീയ വിഷയത്തിൽ ഒരു കോംപ്രമൈസിന് പോകാനും നമുക്ക് അനുവാദം. ഇത് നമ്മൾ നേരെ തിരിച്ചാ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ല. എന്നോടെങ്ങാനും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പ്രമാണത്തെ ഉൾട്ടാ അങ്ങാക്കി അല്ലേ കാര്യം കിട്ടിയത്. എനിക്ക് അത്രയും വിവരിക്കാനേ സമയമുള്ളൂ. ബാക്കി 16 വാക്യം വരെ നമുക്കൊന്ന് ഓടിച്ചു പോകണം. ആദി സൗമ്യൻ, ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. അന്നേരം സൗമ്യത എന്ന് പറഞ്ഞാൽ പവർ അണ്ടർ കൺട്രോൾ, ഡെലിബറേറ്റ് നോൺ എക്സസൈസ് അവർ ക്രെഡിബിലിറ്റീസ്. പ്രതികരിക്കാൻ കഴിവുള്ളപ്പോഴും ശാന്തത പാലിക്കുക. നീതിമാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്നല്ല വാക്യം, നീതിമാൻ പ്രതിക്രിയ കണ്ട്. വാക്യം പിടികിട്ടിയോ? അങ്ങനാണെങ്കിൽ സൗമ്യത എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ആരോപണമുണ്ടായിട്ട് ഒന്നും മോശ പ്രതികരിച്ചില്ല. നമ്മുടെ കർത്താവാണല്ലോ നമുക്ക് നല്ല മാതൃകയായി തിരുവെഴുത്തിൽ ദൈവാത്മാവ് എഴുതി തന്നേക്കുന്നേ. ഹെരോദാവിനോട് ഒരു ദിവസം പറഞ്ഞു, ആ കുറുക്കനോടി എന്ന് പറഞ്ഞേക്ക്. എന്തൊരു പ്രയോഗമല്ലേ! ആ കുറുക്കനോടി എന്ന് പറഞ്ഞേക്ക്. ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ തന്നെ കാണും. ചാട്ടവാറെടുത്ത് അടിച്ചു അല്ലേ ദേവാലയത്തിൽ അശുദ്ധി കടന്നു വന്നപ്പോ. ആ കർത്താവ് തനിക്കെതിരെ ആരോപണത്തിന്റെ ശരങ്ങൾ അവരെഴുതി വിട്ടപ്പം ശാന്തത പാലിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നെ പഠിപ്പീൻ, എന്നിൽ നിന്ന് പഠിപ്പീൻ. അന്നേരം അതിസൗമ്യൻ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കണം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അന്നേരം യഹോവ അത് കേട്ടു. യഹോവ അത് കേട്ടു. 4-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാമോ? മതി. അവിടെ ദൈവം ആക്ഷൻ എടുക്കാൻ പോവാ കേട്ടോ. അവിടെ പ്രയോഗം എങ്ങനെ 4-ാം വാക്യത്തിൽ തുടങ്ങുന്ന പെട്ടെന്ന് പ്രയോഗം കേട്ടോ. പെട്ടെന്ന് മോശയോടും അഹരോനോടും മിരിയാമിനോടും യഹോവ വന്നിട്ട് പറയാം, 3 പേരും സമാഗമന കൂടാരത്തിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. 3 പേരും അങ്ങോട്ട് ചെല്ലുക. ഇതൊന്നും ആലോചിച്ചുകൊണ്ടൊന്നും അല്ല ഇവർ തമ്മിലുള്ള പ്രശ്നമൊന്നും. എന്ത് ചെയ്തേ? 3 പേരും അങ്ങോട്ട് ചെന്നു. 3 പേരും അങ്ങോട്ട് ചെന്നപ്പം നമ്മൾ താഴെ വായിക്കുന്നുണ്ട്, കർത്താവ് പറയുക, യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്ന് അഹരോനോടും മിരിയാമിനോടും പറഞ്ഞു ഇച്ചിരി മുന്നോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. അതായത് ഇച്ചിരി മുന്നോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. അന്നേരം മോശയും അഹരോനും മിരിയാമും അവരുടെ ഇടയിൽ ഉണ്ടായ ആ പ്രതിസന്ധിയിൽ സൗമ്യത പാലിച്ച മോശയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരിക. നമ്മുടെ കർത്താവിനെ പറ്റി പത്രോസ് എഴുതിയൊരു കാര്യമില്ലേ, നമ്മളിങ്ങനെ വായിക്കുന്നേ, ഭീഷണം പറഞ്ഞിട്ടും കർത്താവ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്ത്. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കാരോടും വിദ്വേഷം പാടില്ല. നമുക്കാരോടും പോരാട്ടം ഈ ഭൂമിയിലുമല്ല. അതിൻ്റെ എല്ലാം വിഷയങ്ങളിൽ നമ്മുടെ ഹൃദയം നമുക്ക് ദൈവസന്നിധിയിൽ പകരാം. യഹോവ അത് കേട്ടു. 3 പേരെയും വിളിച്ചു. 2 പേരെ മുന്നോട്ട് എന്ത് ചെയ്യുക? വിളിക്കുക. മുന്നോട്ട് വിളിച്ചിട്ട് നമ്മൾ ആ 2 പ്രശ്നം മറക്കരുത് കേട്ടോ. ആ പ്രശ്നം മറക്കാതിരുന്നാലേ നമുക്ക് ഈ അധ്യായത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് മനസ്സിൽ ഓർക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് കർത്താവ് ഇറങ്ങി വന്നു, യഹോവ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് പറയാ, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. മതി. അന്നേരം മിരിയാമിന്റെ ഒരു പ്രശ്നം എന്നായിരുന്നു അറിയാമോ? ഒരു പ്രശ്നം, നീ മുഖാന്തരം മാത്രമല്ല
യഹോവ അരുളി ചെയ്യുന്നത് ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്യുന്നുണ്ട്. ഇതായിരുന്നല്ലോ ഒരു വിഷയം. ആ വിഷയത്തിന് ദൈവം തമ്പുരാൻ മറുപടി കൊടുക്കുന്ന വാക്യമാണ് 6-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നത്? എന്റെ വചനങ്ങളെ കേൾപ്പീൻ. എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, നമുക്കതിന് ഇങ്ങനെ പറയാം, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകി ഉണ്ടല്ലോ. ആരാ? മിരിയാം. എത്ര കൃത്യമായിട്ടാ തമ്പുരാൻ ഇടപെടുന്നതെന്ന് നോക്കിയേ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവനോട് ഞാൻ സംസാരിക്കുന്ന വിധങ്ങളെ താഴോട്ട് വായിക്കുക. നമ്മളിങ്ങനെ വായിക്കുന്നേ, അവന് യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അന്നേരം മിരിയാമേ, നീ ഇത്രയും ഷൈൻ ചെയ്യാൻ കാര്യം ഇത് ഞാൻ നിനക്ക് തന്നോണ്ടല്ലേ? അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ദൈവം നമുക്ക് എന്തേലും വരമൊക്കെ തരുന്നെങ്കിൽ അത് വരവാ, കൃപാവരോ എന്നാ നമ്മൾ വിളിക്കുന്നത്, അല്ലെ? മലയാളം കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഗിഫ്റ്റ്. വരോ എന്ന് പറഞ്ഞാലോ അതും ഗിഫ്റ്റാ, അല്ലേ? അന്നേരമാണെങ്കിൽ കൃപാവരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മനോഹരമായിരിക്കും. ഡബിൾ ഗ്രേസ് എന്നൊക്കെ പറയണം. ഡബിൾ. അന്നേരം രക്ഷിക്കപ്പെട്ടവരെ കാട്ടി ഇച്ചിരി കൂടെ താഴ്മ വേണം കൃപാവരം ഉള്ളവർക്ക്. കാര്യം നമുക്ക് ഗ്രേസേ ഉള്ളൂ, അവർക്ക് എല്ലാം കൂടെ ഉണ്ട്. അയ്യോ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. അവർക്ക് ഡബിൾ ഗ്രേസ് എന്ത് ചെയ്താ. പക്ഷേ ഒരപജയം എന്നാന്നറിയാം, ഇത് ഏതാണ്ട് സിദ്ധി കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് ഗൾഫിൽ കൂടെ ഒക്കെ വരുന്നത്. പ്രിയപ്പെട്ടവര്, കൃപാവരമാണ്, ഡബിൾ ഗ്രേസ് ആണ്, തമ്പുരാൻ കരുണ കാണിച്ച് നൽകിയതാണ്. ഞാനത് സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിലും സ്വപ്നത്തിലും ഒക്കെ അരുളി ചെയ്യും. മിരിയാമേ, നിന്നോടും അങ്ങനെയൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരമാണല്ലോ 1-ാം വാക്യത്തിൽ കാണിച്ചതെന്ന് തമ്പുരാൻ എന്ത് ചെയ്യുക? പറയുക. അങ്ങനെയാണെങ്കിൽ മിരിയാമിന്റെ 1-ാമത്തെ 2 ആരോപണത്തിൽ ഒരാരോപണത്തിന് തമ്പുരാൻ കൊടുക്കുന്ന മറുപടിയുടെ ക്ലാരിറ്റി നമുക്ക് താഴോട്ടൊന്ന് വായിച്ചു നോക്കാം. 7-ാം വാക്യം വേഗത്തിൽ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുക കേട്ടോ. ആദ്യം പറഞ്ഞു, എൻ്റെ ദാസനായ മോശ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. അതിന്റെ ആശയം എന്നാണെന്നറിയാമോ? മിരിയാമേ, അഹരോനെ, നിങ്ങൾ സൗമ്യരല്ല, നിങ്ങൾ പ്രതികരിച്ചു, മോശ പ്രതികരിച്ചില്ല. 2, നിങ്ങളോട് ഞാൻ സ്വപ്നത്തിലും ദർശനത്തിലും ഒക്കെ അരുളി ചെയ്യുന്നു. എന്നിട്ട് 7-ാം വാക്യത്തിൽ വായിക്കുക, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. ഒന്ന് നിർത്തണം. മിരിയാം ഇത്രയും റഫായിട്ട് മോശയോട് സംസാരിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ ആദ്യം ചിന്തിച്ച കുറച്ച് കാര്യമുണ്ടല്ലോ. നിന്നെ വളർത്തിയത് ഞാനാണെന്നും നിന്നേക്കാൾ മൂത്തത് ഞാനാണെന്നും നീ എൻ്റെ ഇളയ ആങ്ങളെയാണെന്നും ഒക്കെ ചിന്തിച്ചായിരിക്കാം ഇടപെട്ടത്. പക്ഷേ ദൈവം മോശയുടെ ഡെസിഗ്നേഷൻ പറയുന്നത് എന്നാ? നിന്റെ ആങ്ങളയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞത് എന്ത് എന്നല്ല. എന്നാ വാക്യം? എൻ്റെ ദാസനായ, ഹി ബിലോങ്സ് ടു മീ എന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ ആങ്ങളെ ആയിരിക്കാം, നീ മൂത്ത പെങ്ങളായിരിക്കാം, പക്ഷേ മോശ എന്ന പുരുഷനോ അവൻ എൻ്റെ ദാസനാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ രാശി ഇങ്ങനെ പറയാം. നമ്മൾ ആരും ചോദിക്കാനില്ലാത്ത അബലകളല്ല. നമുക്കെല്ലാം ഒരു യജമാനനുണ്ട്. അതാ നമ്മുടെ ധൈര്യം. ആരെന്തു വേണേലും നമുക്കെതിരെ പറയട്ടെ, പ്രതികരിക്കാൻ നമുക്ക് പ്രമാണമില്ല. സൗമ്യതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കാര്യം ഭരമേൽപ്പിക്കാം. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എന്തൊരു ഹൃദയംഗമമായൊരു വിളിയല്ലേ? എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ. എന്നിട്ട് ഒരാരോപണത്തിന് മറുപടി കൊടുക്കുന്ന എത്ര ഭംഗിയാന്ന് നോക്കിയേ. എൻ്റെ ദാസനായ മോശയോ അങ്ങനല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും മതി. ഇത് പറയുമ്പോൾ ഓർത്തോണം, ആ 3 പേരെ നിർത്തിക്കൊണ്ട് പറയുക, ഇവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം എന്നതാ? അത് തന്നെ. നിങ്ങൾ രണ്ടും പോരെന്ന അതിൻ്റെ അർത്ഥം, അല്ലേ? സിമ്പിൾ ആശയം. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും, ആ ഗ്രഹം ഇസ്രയേൽ ഗ്രഹത്തെയായി എന്ത് ചെയ്യുന്നേ? ഞാൻ ആ സമയപരിധി കൊണ്ട് ഇങ്ങനെ പറയാം, പുതിയ നിയമസഭയെ ആത്മീയ ഗ്രഹമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനാണെങ്കിൽ ആത്മീയ ഗ്രഹമായ സഭയിൽ നമ്മളും വിശ്വസ്തരായിരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഫലം മാനിഫെസ്റ്റ് ചെയ്യുന്നവരാകണം.
നിങ്ങൾ ഇനി പിന്നാലെ എപ്പോഴേലും ധ്യാനിച്ചു പോയേച്ചാൽ മതി. എൻ്റെ ദാസനായ മോശയോ അങ്ങനല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എന്നിട്ട് മോശയ്ക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷയും മിരിയാമിനെ ദൈവം ഉപയോഗിച്ച വിധവും തമ്മിലൊരു താരതമ്യമാണ്. അടുത്ത വാക്യം ഞാൻ അവനോട് ഞാൻ ഇനി മോശയും മിരിയാമും തമ്മിലുള്ള പ്രശ്നം എന്നായിരുന്നു? നീ മുഖാന്തരം മാത്രമല്ല, അയ്യോ വിട്ടുപോയോ? നീ മുഖാന്തരം മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, ഞങ്ങൾ അതിന് മോശ മറുപടി കൊടുത്താൽ അത്ര ഒക്കുകയില്ലായിരുന്നെന്നാ എൻ്റെ ചിന്ത. ദൈവം തമ്പുരാൻ മറുപടി കൊടുത്തതിന്റെ ആ ക്ലാരിറ്റി ഒന്ന് വായിച്ചു നോക്കിയേ. അവനോട് ഞാൻ അരുളി ചെയ്തത് മറപൊരുളായിട്ടല്ല, ആഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ എന്റെ ദാസൻ, വീണ്ടും ആവർത്തിക്കുക, എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? വ്യാഖ്യാനിക്കാതെ തന്നെ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഈ ഉത്തരം മോശ പറഞ്ഞാൽ ഒക്കുമായിരുന്നോ? ഇത്ര എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പിടിപ്പിക്കാം, അങ്ങനാണെങ്കിൽ സൗമ്യ എന്ന പേരും വരികയില്ല അല്ലേ? മോശയോട് ഇവര് വാദിച്ച രണ്ട് കാര്യത്തിൽ ഒന്നിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് മോശയുടെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞേക്കുക. ഒന്ന്, അവൻ എൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തൻ, അവൻ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ. എന്നിട്ട് ഞാനും അവനും തമ്മിലുള്ള ബന്ധം പറഞ്ഞേക്കുക, ഹി ബിലോങ്സ് ടു മീ, അവൻ എൻ്റെ ദാസൻ. എന്നിട്ട് മിരിയാം ചെയ്ത ശുശ്രൂഷയും മോശ ചെയ്യുന്ന ശുശ്രൂഷയും തമ്മിലൊരു താരതമ്യം. മിരിയാം ചെയ്ത ശുശ്രൂഷ നമ്മൾ മേളി വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ സ്വപ്നവും ദർശനവും ഒക്കെ കൊടുക്കും. എന്നാൽ എൻ്റെ ദാസനായ മോശയും ഞാനും തമ്മിലുള്ള ഇടപാട് അങ്ങനല്ല. എങ്ങനെ നമ്മൾ വായിച്ചേ? മറപൊരുളായിട്ടല്ല. എന്താ പരിപാടി? നേരിട്ട ആഭിമുഖം. എന്നിട്ട് അയ്യോ എന്തൊരു ക്ലാരിറ്റി ഉള്ള പദവാ. ഞങ്ങള് തമ്മിലുള്ള ഇടപാട് കർത്താവ് ദൈവം അവനോട് പറയുക, മറപൊരുളായിട്ടല്ല, ആഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം. പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? നിനക്ക് ദർശനം വെളിപ്പാടും ഒക്കെ കിട്ടിയതിന്റെ ആണല്ലോ ഈ കാണിച്ചത്. എന്നാൽ എൻ്റെ ദാസനായ മോശ സൗമ്യൻ, ഭൂലോകത്തിലുള്ള സകലരിലും വിശുദ്ധൻ, വിശ്വസ്തൻ, അവൻ എൻ്റെ ദാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശുശ്രൂഷയുടെ നിലവാര വ്യത്യാസം ദൈവാത്മാവ് അങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഞാനും മോശയും തമ്മിലുള്ള ഇടപാട് ഞാനും നീയും പോലെ അല്ല, സ്പഷ്ടം, ആഭിമുഖം. എന്നിട്ട് ഒരു എക്സ്ട്രീം കൂടെ പറഞ്ഞേക്കുക, ഞങ്ങൾ ഉടനെ ഒന്ന് കാണാനിരിക്കുകയാണ് കേട്ടോ, ഞങ്ങൾ ഉടനെ ഒന്ന്. എന്നിട്ട് മിരിയാമിന്റെ ആരോപണത്തിന് ദൈവം ഒരു മറുപടിയും കൂടെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? പ്രിയപ്പെട്ടവരെ, എങ്ങനാ ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ? പേടി വേണം, ഭയം വേണം, ആർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം എന്ന മിരിയാമിന്റെ അനുഭവം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി തന്നേക്കുക. താഴോട്ട് ഒരാരോപണത്തിനെ മറുപടി കിട്ടിയുള്ളൂ അല്ലേ? ആ മറുപടി തന്നെ ധാരാളമായിരുന്നു. ഇനി മിരിയാം ആയുസ് മിണ്ടത്തില്ലാത്ത പോലെ എന്ത് ചെയ്തു? മറുപടി കൊടുത്തു. താഴോട്ടൊന്ന് വായിച്ചേ. അയ്യോ, യഹോവയുടെ കോപം. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം ഈ വിരോധം കയ്പും ഒക്കെ വെച്ചോണ്ട് നടന്നിട്ടും തമ്പുരാൻ മഹാകരുണ കാണിച്ച് ഇതുവരെ എന്ത് ചെയ്തതാ? കൊണ്ടുവന്നതാ. പക്ഷെ അടങ്ങാതെ വന്നപ്പം യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിച്ചു, മേഘം അവരെ വിട്ടങ്ങ് മാറി. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് സുരക്ഷിതത്വം എന്ന കാര്യം നമ്മൾ മറക്കരുത്. മിരിയാമിന് പറ്റിയത് ദൈവം കൊടുത്ത ആത്മീയ അധികാരത്തിന് വിധേയപ്പെടാതെ ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ മത്സരിച്ചപ്പം തമ്പുരാൻ ഇടപെടുക. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. ഇന്ന് രാത്രിയിലും നമ്മളിവിടെ കൂടി വരാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ ക്ലിയർ ആയതുകൊണ്ടാകണമെന്ന് നിർബന്ധമില്ല.
അവന്റെ മേഘം ഇന്നും നമ്മുടെ മീതെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി സന്ദേശം കേൾക്കാൻ തമ്പുരാൻ അനുവദിച്ചതായിരിക്കാം ആ മേഘം മാറാതിരിക്കുന്നത്. എവിടെയെങ്കിലും തിരുത്തപ്പെടാനുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല എന്ന് പറയത്തക്ക ചില ആത്മീയ ക്വാളിറ്റിയുള്ള സഭയായി നാം മാറണം. അന്നേരം ഒരാരോപണത്തിന് മറുപടി കൊടുത്തിട്ട് ദൈവം എന്ത് ചെയ്തു? മറഞ്ഞതിന് ശേഷം താഴോട്ടൊന്ന് വായിച്ചോ. മതി. മിരിയാമിന്റെ ഒരു ആരോപണം എന്നായിരുന്നു? എത്യോപ്യ ആയിരുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. അല്ലേ? ഇവിടെ എല്ലാം ഇട്ടിട്ട് പോയോ? അതായിരുന്നു പ്രശ്നം. അതായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, നിനക്ക് അത്ര വിഷമാണ്, ഒരു കാര്യം ചെയ്തു, നീ അങ്ങ് വെളുത്തോളാൻ പറഞ്ഞു. ഇച്ചിരി അങ്ങ് കൂടിപ്പോയി. കൃത്യമായിട്ട് തമ്പുരാൻ പറയുക, യഹോവ മറഞ്ഞു, മേഘവും കൂടാരത്തിൽ നിന്ന് പോയി, മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അന്നേരം രണ്ടാരോപണത്തിനും ആരിടപെടുക? ദൈവം ഇടപെടുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എഴുതി വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാമോ? അകത്ത് കുഷ്ഠവും വിദ്വേഷവും ഒക്കെ ആയിട്ട് നടന്നാൽ തമ്പുരാൻ ഒരു പക്ഷേ ഇത് പുറത്തു വരാൻ അനുവദിച്ചേക്കാം. മിരിയാമിന് അങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മളും ഭയത്തോടെ വേണം നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ. ഞാൻ സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കൂടാരത്തിൽ നിന്ന് പോയി മിരിയാമിന്റെ രണ്ടാരോപണത്തിനും തമ്പുരാൻ തക്കതായ മറുപടി എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെ മറുപടി കൊടുത്ത് അടുത്ത വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുമോ? ആ ആ ആ ആ ആ ആ ആ മതി. ഇതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. ഇത്രയും നടന്നിട്ടും മിരിയാം ഒരക്ഷരം പോലും മിണ്ടുന്നില്ലെന്നുള്ളതാ. അഹരോനാ പറയുന്നത്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോക്ഷത്തമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യരുതേ. മോശയോടുള്ള വിളി എങ്ങനെ ഉണ്ട്? നമ്മൾ ആരംഭത്തിൽ എന്നാ വായിച്ചേ? നീ എന്നാ പറഞ്ഞല്ലേ, അങ്ങനെ അഡ്രസ് ചെയ്ത് അല്ലേ. ഇവിടെ വന്നപ്പോൾ എന്നെ വിളി, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയത് ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യരുതേ. അന്നേരം നമ്മളോട് വായിക്കുന്നത് എന്നാന്നറിയാവോ? മോശ ദൈവത്തോട് പറയുന്ന കാര്യമാണ്. ദൈവത്തോട് മോശ പറയുക, യഹോവേ അവളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. സൗമ്യതയുടെ മറ്റൊരു പ്രത്യേകത എന്നാന്നറിയാമോ? അവന് ദോഷം വരണമെന്ന് പറയുന്നതല്ല, അവനോട് പ്രതികരിക്കാതിരുന്നിട്ട് അവൻ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ സൗമ്യത. പുതിയ നിയമത്തിൽ സദൃശവാക്യത്തിൽ ഒരു വാക്യം കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇങ്ങനല്ലേ അവിടെ വായിക്കുന്നേ? നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്ക. ഇങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ, നമ്മൾ ഓർക്കുന്ന അങ്ങനെ അങ്ങ് ചെയ്തേക്കാണ്, അവൻ ഇടിവെട്ടി ചത്തുപോകുന്ന. അങ്ങനല്ല ആ വാക്യത്തിന്റെ അർത്ഥം. സദൃശവാക്യത്തിൽ നിന്നുള്ളൊരു കോട്ടിങ്. അതിന്റെ ആശയം എന്നാന്നറിയാമോ? അന്നത്തെ ഒരു ബാബിലോണിയൻ കൾച്ചറിൽ, സദൃശവാക്യം എഴുതുന്ന ആ ബാബിലോണിയൻ കൾച്ചറിൽ, അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ നടക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരുവൻ മഹാദോഷം ചെയ്ത് അവന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് അവൻ മടങ്ങി വന്നു, അവൻ മാനസാന്തരപ്പെട്ടു, ഇനി ഞാൻ മര്യാദയ്ക്ക് നടന്നോളാം എന്നതിൻ്റെ അടയാളമായിട്ട് അവരുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യം, തലയിൽ ഒരു ചട്ടിക്കകത്തോ മറ്റോ തീക്കനലും എടുത്ത് വെച്ചോണ്ട് തെരുവിക്കടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? നടക്കും. ഇത് കാണുമ്പം ആളുകളെല്ലാം പറയും, ഇവൻ എന്തോ ദോഷം പ്രവർത്തിച്ചതാണ്, പക്ഷെ ഇവൻ ഇപ്പൊ എന്ത് ചെയ്തേക്കുക? മാനസാന്തരപ്പെട്ടേക്കുക. ഈ ആശയമാണ് സദൃശവാക്യത്തിൽ നിന്ന് റോമാലേഖനത്തിലേക്ക് കോട്ട് ചെയ്തേക്കുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ തിന്മാൻ കൊടുക്കണം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ, അടുത്ത നമ്മൾ ടൂൺ മാറ്റിയാ പറയുന്നില്ല, ഇങ്ങനെ ചെയ്താൽ. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞൊരു കഥ, എൻ്റെ അല്ല കേട്ടോ, അത് പറയാനുള്ള പക്വത എനിക്കായി വരുന്നതേ ഉള്ളൂ.
പറഞ്ഞൊരു കഥ. ഞാൻ എവിടെയോ ഈ ഭാഗം പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സാമ്പിളൂടെ ഞങ്ങളുടെ സെൻട്രൽ പാസ് എനിക്ക് പറഞ്ഞു വന്നു. പണ്ട് ഒരു വീട്ടിൽ അവരുടെ പപ്പയും മമ്മിയും തമ്മിൽ ചെറിയ വഴക്കുണ്ടായപ്പം പാസ്റ്റർ ആ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി പാസ്റ്ററോട് പറഞ്ഞെന്നാ പറയുന്നത്, വേദപുസ്തകം പോലെ തന്നെയാ പാസ്റ്ററെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചോദിച്ചാൽ പറയാം, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ദാഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അവൻ ഇടിവെട്ടിച്ചാവും എന്നല്ലേ വാക്യം. അയ്യോ, അതിൻ്റെ അർത്ഥം നമ്മൾ ആ റോമാലേഖനം അവസാനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മളെങ്ങനെ വായിക്കുന്നേ? ശപിക്കുന്നവരെ ശപിക്കരുത്, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം, ശപിക്കാതെ അനുഗ്രഹിക്കണം, സകല മനുഷ്യരുടെയും മുന്നിൽ യോഗ്യമായത് മുൻകരുതണം എന്ന് പറഞ്ഞ് തിന്മയോട് തോക്കരുത്. തിന്മയോട് തോക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വിശക്കുമ്പോഴെല്ലാം ആഹാരം കൊടുക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് ദാഹിക്കുമ്പോഴെല്ലാം വെള്ളവും കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അവൻ മാനസാന്തരപ്പെടുമെന്ന വാക്യത്തിന്റെ അർത്ഥം. കിട്ടിയില്ലോ അല്ലേ? പ്രൈസ് ലോർഡ്. ആട്ടെ, അന്നേരം മോശ ഇവിടെ ചെയ്യുന്ന കാര്യം നോക്കിക്കേ. നിനക്കൊക്കെ അങ്ങനെ വേണോന്നല്ല പറഞ്ഞ്. അന്നേരം ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? അഹരോൻ തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞതുകൊണ്ട് ശിക്ഷ അവിടം കൊണ്ടങ്ങ് നിന്നു. അൺകൺഫസ്ഡ് സിൻ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഈ വൃക്ഷശാസ്ത്രമൊക്കെ പഠിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ വൃക്ഷം മഞ്ഞുകാലമാകുമ്പോഴത്തേക്ക് ഇല പൊഴിക്കുന്ന കാലമാണല്ലോ. ആ ഇല പൊഴിക്കാനുള്ള അവർ പറയുന്നതിൻ്റെ കാരണം, തായ്തണ്ടിൽ നിന്ന് ജീവരസം ശാഖകളിലേക്ക് സാധാരണ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇല പൊഴിക്കുന്ന കാലമാകുമ്പോഴത്തേക്ക് തായ്തണ്ടിൽ നിന്ന് അതിൻ്റെ ബ്രാഞ്ചസ് തിരിയുന്ന സ്ഥലത്ത് ഈ വൃക്ഷം തന്നെ ലെയർ ഓഫ് കോർക്ക് ഉണ്ടാക്കും. ലെയർ ഓഫ് കോർക്ക് അതിന്റെ പുറത്തൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ഒരു ലെയർ ഓഫ് കോർക്ക് ഉണ്ടാക്കും. അങ്ങനെ ഈ ലെയർ ഓഫ് കോർക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ ജീവരസം അങ്ങോട്ട് പോകുകയില്ല. അങ്ങനെ പോകാതിരിക്കുമ്പോഴാണ് ഇലകളെല്ലാം എന്ത് ചെയ്യുന്നേ? പിന്നെയും സമയമാകുമ്പോൾ വൃക്ഷം തൻ്റെ പഴയ പ്രോസസ്സ് തുടങ്ങും. എന്നതുപോലെ ദൈവത്തോടടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്കുണ്ടെങ്കിൽ, അൺകൺഫസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാപവഴികളിൽ നമ്മൾ പോകുന്നെങ്കിൽ, നമ്മൾ അറിയാതെ ലെയർ ഓഫ് കോർക്ക് വീഴും. നമ്മൾ അറിയാതെ ജീവദായകനായ കർത്താവിൽ നിന്ന് നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ താളടിയാകാം. ഇവിടെ അഹരോന് തന്റെ പരാജയം മനസ്സിലായപ്പോൾ മോശയോട് പറയുക, അയ്യോ യജമാനനേ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തത് ഞങ്ങളോട് ഓർക്കരുതേ. മോശ പ്രാർത്ഥിക്കുക, കർത്താവേ ഇവളെ സൗഖ്യമാക്കണമേ. കരഞ്ഞ് നിലവിളിച്ച് എന്ത് ചെയ്തു? അതിന്റെ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തേക്കുന്ന തർജ്ജമ, പ്ലീസ് ഓ ഗോഡ് പ്ലീസ് ഹീൽ ഹർ എന്ന് പറഞ്ഞ് മോശ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അങ്ങനെ എന്താ സൗമ്യതയുടെ മറ്റൊരു തെളിവാതല്ലേ? അങ്ങനെ മോശ പ്രാർത്ഥിച്ചു. തനിക്കെതിരെ നിന്നവർക്ക് വേണ്ടിയും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് വേണ്ടിയെല്ലാം മോശയുടെ സൗമ്യത വെളിപ്പെട്ട് വരുന്ന കണ്ടോ? അവരെല്ലാം നന്നായി വരാൻ ആ ദൈവദാസൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് വേഗത്തിലങ്ങ് നിർത്താം. ആ 13-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കുമോ? ആ ആ ആ മതി. അന്നേരം ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടി. 7 ദിവസം പാളയത്തിന്റെ പുറത്ത് പോയിരിക്കേണ്ടി വന്നതും നമ്മൾ അവിടെ എന്ത് ചെയ്തു? വായിച്ചു. ഞാൻ അധികം കാര്യം പറയാതെ ഞാൻ അതിനിങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം. ദൈവം മിരിയാമിനെ ശിക്ഷിക്കുകയും ലജ്ജിക്കാനായിട്ട് അനുവദിക്കുകയും എന്ത് ചെയ്യുക? പിന്നീട് അവളെ ചേർത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ 7 ദിവസം മിരിയാമിന്റെ പാപം നിമിത്തം ഇസ്രയേൽ മക്കളുടെ കനാൻ യാത്ര മുടങ്ങി. ആ പാപം അവൾ ചെയ്തില്ലായിരുന്നെങ്കിൽ കുറഞ്ഞ വർഷം 7 ദിവസം മുമ്പ് അവരങ്ങ് എന്ത് ചെയ്തേനെ? അങ്ങനാണെങ്കിൽ ഞാനും നിങ്ങളും കാരണം
ദൈവരാജ്യത്തിന്റെ ജയയാത്രയ്ക്ക് തടസ്സമാകരുത്. നമ്മൾ കാരണം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഒരു വിഘ്നവും വരരുത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതിന് വളരെ വളരെ വിശാലമായ അർത്ഥമുണ്ടെങ്കിലും ഇതിനോട് ചേർത്ത് ഞാൻ ഒരു വസ്തുത പറയാം. ദൈവനാമം എപ്പോഴാണ് വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് അറിയാമോ? നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവദാസൻ ആ വാചകത്തിന് കൊടുത്ത ഒരു നിർവചനം എന്നാന്ന് പറയാം, when both our life and doctrines are truly Christian. നമ്മുടെ ജീവിതവും ഉപദേശവും ഒരു യഥാർത്ഥ ക്രൈസ്തവന്റെ ആകുമ്പം അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു മിരിയാം കാരണം ജനത്തിന്റെ യാത്ര തടസ്സപ്പെട്ടു. നമുക്കറിയാവുന്ന അനവധി കാര്യമുണ്ട്. ഒരു ആകാൻ കാരണം ഇസ്രയേൽ മുഴുവൻ എന്ത് ചെയ്യുക? ഒരു ശൗല് കാരണം ഇസ്രയേലിന് പല പരാജയങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാകുക. അമാലേക്യരെ നശിപ്പിക്കാൻ പറഞ്ഞിട്ട് നശിപ്പിക്കാതിരുന്ന കൊണ്ട് അതിന്റെ പരിണിത ഫലം പിന്നീട് എന്ത് ചെയ്യുക? അനുഭവിക്കുക. നമുക്കിന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവരാജ്യത്തിലേക്ക് ആരെങ്കിലും വരുന്നതിന് തടസ്സമായി ഞാനും എന്നിൽ നിന്നും ഒന്നും ഉണ്ടാകരുതേ എന്നിന്ന് രാത്രി പ്രാർത്ഥിച്ചു വേണം നമുക്ക് പിരിയാൻ. നിന്റെ നാമം ഞങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങനെ ഈ സംഭവം ഇനി നിങ്ങൾ പിന്നാലെ വായിച്ച് ധ്യാനിച്ച് അതിനകത്ത് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന പാസേജാ. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് അവളെ എന്ത് ചെയ്തു? ചേർത്തു, അല്ലേ? ചേർത്ത് കഴിഞ്ഞ് മിരിയാമിന് സംഭവിച്ച കാര്യം, ആ വഴിയിൽ നിന്ന് മിരിയാം പതിയെ വീണ്ടും ജനത്തോടുകൂടെ യാത്ര ചെയ്തു. മറക്കരുത്, പ്രവാചകിയായിരുന്നു, നർത്തകിയായിരുന്നു, പുരോഹിതന്റെ പെങ്ങളായിരുന്നു, മോശയുടെ മൂത്തതായിരുന്നു, നല്ല പാട്ടുകാരിയായിരുന്നു. ചില്ലറ ലക്ഷ്യങ്ങളൊക്കെ വഴിയിൽ സാധിച്ച് ഇസ്രയേലിന്റെ 3 അംഗ നേതൃത്വ നിലയിൽ മുന്നിൽ പോയ മിരിയാമിന് പാതി വഴിയിൽ സംഭവിച്ചത് എന്നാന്നറിയാമോ? നമുക്ക് ഒരു വാക്യം പെട്ടെന്ന് നോക്കാം. ആവർത്തനം 24:9. വേഗത്തിൽ നോക്കി, 24:9. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുവിൻ. നമുക്ക് ഓർക്കാൻ പറ്റിയ മറ്റൊരാളെ അറിയാം. ആരാ? അത് അത്രയും തിരിഞ്ഞു നോക്കാനുള്ള സ്വത്തൊന്നും നമുക്കില്ല, അല്ലേ? കുറച്ചൊക്കെ കാണുമായിരിക്കും, അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. എന്നാൽ ഇതിന് സാധ്യതയുണ്ട്. ഇത് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു വാക്യല്ലേ? എന്താ വാക്യം? ഒന്നുകൂടെ അങ്ങ് വായിക്കാം, ഇത് പ്രസംഗിക്കാൻ സമയമില്ല. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്ത് ചെയ്തു? അന്നേരം പാതി വഴിയിൽ പോകാൻ സാധ്യതയുണ്ട്. കിട്ടിയ രക്ഷ ഇരിപ്പതാന്ന് വിചാരിക്കരുതെന്നൊരു സാദൃശ്യം, അല്ലേ? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത്. ആ ചെയ്തത്, ഇതൊക്കെ ചെയ്തതാ. അതിന്റെ ഏറ്റവും ഫൈനലായിട്ട് ചെയ്തൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. 12 സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന് 1-ാം വാക്യം കൂടെ വായിക്കാം. 1-ാം വാക്യം കൂടെ. അനന്തരം ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഇതാണ്. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി ഇസ്രയേലിനെ മുന്നിൽ നിന്ന് നയിച്ച് അക്കര നാട്ടിലെത്തേണ്ട മിരിയാമിനെ ദൈവം എറിഞ്ഞ് മരുഭൂമിയിൽ കളഞ്ഞെങ്കിൽ നമ്മുടെ ഈ മരുഭൂപ്രയാണം വളരെ ഭയത്തോടെ വേണം കഴിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുവിൻ. നമ്മുടെ ഹൃദയത്തിൽ ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിന് ശേഷം മിരിയാമിനെ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. മിരിയാം മരിച്ചു. നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും പാതി വഴിയിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്.
ആരും നമ്മുടെ വിരുദ തെറ്റിക്കരുത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊന്നടയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കിതെല്ലാം എഴുതി തന്നിരിക്കുന്നത് ഞങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനാണല്ലോ. മിരിയാമിന് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കരുതേ. അഹരോന് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കരുതേ. മോശ എന്ന പുരുഷൻ അതിസൗമ്യനായിരുന്നു, തൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു, എൻ്റെ ദാസനായിരുന്നു, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ നല്ല മാതൃകകൾ പിൻപറ്റി വളരെ ഭയത്തോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇങ്ങനെ വചന ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ദൈവദാസനും സഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു.